ഇങ്ങനെയൊരു പ്രസൻറ്റേഷൻ നടത്താനായിട്ട് അവസരം തന്ന എസൻസ് ഗ്ലോബലിന് പ്രത്യേകം നന്ദി പറയുന്നു. ആരപ്പ ഈ ഹാരപ്പൻസ്, ഇപ്പം ഇങ്ങനെയൊരു ടോപ്പിക്ക് ഇതിൽ നിന്ന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എല്ലാവർക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹാരപ്പൻസോ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ സ്കൂൾ മുതലേ നമ്മൾ കാണുന്നതാണ്. ഈ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ആ റീജിയനിൽ, ആ സബ് കോണ്ടിനെൻറ്റിൽ ഏറ്റവും പഴയ സിവിലൈസേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് BC യും AD യും തന്നെയാണ്. ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏത് അക്കാഡമിക് ജേർണലിലോ അല്ലെങ്കിൽ എവിടെ നോക്കിയാലും നമ്മൾ അതായത് കോമൺ എറ CE അല്ലെങ്കിൽ ബിഫോർ കോമൺ എറ BC എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു ഈസിനെസ്സും എൻ്റെ പഴയ ആ പരിചയം വെച്ച് ഞാൻ AD യും BC ആണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അതൊന്ന് ക്ഷമിക്കണം. ഈ ഹാരപ്പൻസ് ഇപ്പം ഇതിനെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ, ഹാരപ്പൻസ് അല്ലെങ്കിൽ മോഹൻജാരോ അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമ്മൾ സ്കൂളിൽ പഠിച്ച പോലെ തന്നെ BC 2500, അതായത് 4500 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു സിവിലൈസേഷനായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പിൽക്കാലങ്ങളിൽ ഒത്തിരിയേറെ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഇപ്പം പിന്നെ ലിംഗ്വിസ്റ്റിക്സ് ആയിട്ട്, പിന്നെ ഈ അടുത്ത നാളിലാണെങ്കിൽ ജെനറ്റിക്സ്. അതിന് മുന്നേ തന്നെ ഇവിടെ വന്നിരുന്ന ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങോട്ട് അയച്ച ബ്രിട്ടീഷുകാർ, അത് ഇന്ത്യയിലോട്ട് അയച്ച ബ്രിട്ടീഷ് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ആൾക്കാരെയാണ് അവർ അയച്ചുകൊണ്ടിരുന്നത്. അവർ പല ലാംഗ്വേജിൽ അവർ വളരെ ഫ്ലുവൻ്റ് ആയിരുന്നു. അങ്ങനെയുള്ളവരെയാണ് അവർ ചൂസ് ചെയ്ത് അയക്കുകയും ചെയ്തത്. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വന്നവർ പലരും ഓൾറെഡി ജർമ്മനിയിലും ലാറ്റിനിലും അതുപോലെ ഗ്രീക്കിലും ക്ലാസിക്കൽ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് യൂറോപ്യൻസിന് അന്നൊരു ഹരമാണ്. അപ്പം അവരാദ്യം വന്നപ്പോൾ തന്നെ നമ്മുടെ സാൻസ്ക്രിറ്റും ഈ ലാംഗ്വേജുകളുമായിട്ടുള്ള ഒരു സാമ്യത്തെക്കുറിച്ച് അവരതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു. അപ്പം അവർക്ക് തോന്നി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയോ ഒരു കോമൺ ആൻസസ്ട്രി എവിടെയോ ഉള്ളതുപോലെ ഇവിടെ നമ്മുടെ ഈ ജർമ്മനിയിലും ഇന്ത്യക്കും ഇടയ്ക്ക് സംവയർ അതിനുശേഷം അപ്പോൾ അങ്ങനെ ഒരു തിയറി വന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു കോമൺ ആൻസിസ്റ്ററി ഉണ്ടെന്ന്. പിന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ 1920s അതിന് മുന്നേ അത് അറിയാമായിരുന്നു. 1920s ശരിക്കും ഇതൊരു ആക്റ്റീവ്ലി എല്ലാം ചെയ്തു തുടങ്ങിയത്. അപ്പം പലതും കണ്ടെടുത്തു. എന്ന് വെച്ചാൽ ഒത്തിരി ആർട്ടിഫാക്ട്സ് പലതും അവിടെ നിന്ന് കണ്ടെടുത്തു. പെട്ടെന്ന് അടുത്ത തിയറി വന്നു. അപ്പോൾ അതായത് ഇതായിരിക്കണം പഴയ ആൾക്കാർ. പിന്നെ വന്ന ആൾക്കാർ വീണ്ടും ഇവരെ ഇൻവൈഡ് ചെയ്തു. ആര്യൻ ഇൻവേഷൻ തിയറി എന്നുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ആര്യൻ ഇൻവേഷൻ തിയറി. ആര്യൻ ഇൻവേഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോഴും പ്രത്യേകിച്ചൊന്നും തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ലെങ്കിലും ആര്യൻ മൈഗ്രേഷൻ അതിനകത്ത് ഒരു ക്വസ്റ്റ്യനും ഇല്ലാത്ത രീതിയിൽ പലയിടത്തും പല രീതിയിലും, അതായത് ആർക്കിയോളജിക്കലും പിന്നെ ആന്ത്രപ്പോളജിയോ അല്ലെങ്കിൽ ജെനറ്റിക്സ്, ആർക്കിയോളജി എല്ലാ രീതിയിലും അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയൊരു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഇപ്പോഴത്തെ പൊളിറ്റിക്സ് എത്രമാത്രം ഈ രീതിയിലുള്ള വിഷയങ്ങൾ പൊളിറ്റിസൈസ് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ പൊതുവേ എന്ന് വെച്ചാൽ മതങ്ങളെ പരസ്യമായിട്ട് നമ്മൾ വിമർശിക്കുന്നുണ്ട്. പക്ഷേ ഈ മതങ്ങളുടെ ഇൻഫ്ലുവൻസ് എവിടെയെല്ലാമാണ് കൂടിയത്, അത് ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ പൊളിറ്റിക്സിനെ മാറ്റുന്നത്. എല്ലാവരും സ്കൂളിൽ എല്ലാ രാജ്യങ്ങളിലും ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എപ്പോഴും കൃത്യമായിട്ടുള്ള ഹിസ്റ്ററി ആയിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേഷൻ ബിൽഡിങ്ങിൻ്റെ ഭാഗമാണ് സ്വന്തം ഹിസ്റ്ററീനെ ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ളത്. അതെന്തും അങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ളൂ. ഏത് രാജ്യമാണെങ്കിലും ഇന്ത്യയിലുള്ള ഒരു കാര്യം മാത്രമല്ല, ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. അപ്പം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ റോങ് ആയിട്ടുള്ള രീതിയിലാണ് ഹിസ്റ്ററി പഠിപ്പിക്കുന്നത്. ഇപ്പോഴുള്ള ജനങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ പലതിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. എന്ന് വെച്ചാൽ ഓൾറെഡി അവർ ബ്രെയിൻ വാഷ്ഡ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ നമ്മൾ നോ ഇതൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊരു ഇതാണ് വരുന്നത്. ഞാനിപ്പോൾ ഹിസ്റ്ററിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നതല്ലോ. അപ്പോൾ ഹിസ്റ്ററിയിലെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ബയാസ്ഡ് ആണ്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഭയങ്കര പാടാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ടൂൾസ് എല്ലാം സയൻറ്റിഫിക് ആണ്. പക്ഷേ ഇത് വളരെ ഡോക്ടറൈനാണ്. എന്ന് വെച്ചാൽ ഏത് പൊളിറ്റിക്സ് ആണ്, ആരാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, അതിനെല്ലാം വെച്ചാണ് നമ്മൾ ഈ ഹിസ്റ്ററി പബ്ലിഷ് ചെയ്യണോ, ഇന്ന് കണ്ടുപിടുത്തം പബ്ലിഷ് ചെയ്യണോ, അതൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റും അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഇൻഡസ് വാലി നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുകയാണ്. ഇൻഡസ് വാലി നമ്മളിപ്പോൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ലോക്കൽ ഹിസ്റ്ററി പഠിക്കുന്നു. കുറേ ഐഡിയ നമ്മുടെ ലോക്കൽ രാജാക്കന്മാരെ കുറിച്ചും ഒക്കെ, അതായത് ഏത് സ്റ്റേറ്റിൻ്റെ ഹിസ്റ്ററി. അത് കഴിഞ്ഞ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേഷൻ അതെങ്ങനെയാണ് ബിൽഡ് ചെയ്തതെന്നുള്ളത്. അപ്പം ഒത്തിരി രാജാക്കന്മാർ, ഇതെല്ലാം നമ്മുടെ രാജാക്കന്മാരാണ്. അങ്ങ് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അക്ബറിന് പഴയ പോലെ അത്ര താല്പര്യം ഇല്ലെങ്കിലും അതൊക്കെ പറയും. അപ്പം കുഷാനർ, അതുപോലെ തന്നെ അങ്ങ് മൗര്യർ, ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിനൊപ്പം പഠിപ്പിക്കുന്നൊരു കാര്യമാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇൻഡസ് വാലി നമ്മുടെ സ്വന്തമാണ്. അപ്പോൾ ഇതിനകത്തുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഈ ഇൻഡസ് എന്നുള്ള പേരോ അല്ലെങ്കിൽ ഹിന്ദു എന്നുള്ള പേരോ അതൊന്നും ഇവർ ജീവിച്ചിരുന്ന സമയത്ത് എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമല്ല. ആ സമയത്ത് ഇതൊന്നും ഇല്ല. അവർ എക്സ്കവേറ്റ് ചെയ്ത സ്ഥലം ഇൻഡസ് റിവറാണ്.
അതുകൊണ്ടാണ് ശരിക്കും പറയാം അവർക്ക് ആ പേര് കിട്ടിയത്. പക്ഷെ നമ്മളെല്ലാവരും ഭൂരിപക്ഷം ആൾക്കാരും വിശ്വസിക്കുന്നത് നമ്മുടെ ഇന്ത്യയായിട്ട് എന്തോ ബന്ധമുണ്ടെന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഹിസ്റ്ററി പഠിപ്പിക്കുന്നത് നമുക്ക് വേൾഡ് ഹിസ്റ്ററി അറിയാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ പക്ഷേ നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോക്കൽ ഹിസ്റ്ററി അറിയാം, പിന്നെ വാട്സപ്പ് അതേ രീതിയിലെല്ലാം നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്തങ്ങ് പ്രബുദ്ധരാക്കുമല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ആയി മാറി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ഇപ്പോൾ ഇൻഡസ് വാലി ഞാനിപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, അത് കൂടാണ്ട് വേറെ ഇപ്പം ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ആര്യൻ മൈഗ്രേഷൻ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ പോയി പറയാനായിട്ട് സൂക്ഷിക്കണം നോർത്ത് ഇന്ത്യയിൽ. അപ്പം ചിലപ്പോൾ നമ്മൾ തല്ലുകൊള്ളും. ആ ഒരു അവസ്ഥയാണ് ആര്യൻ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ. എല്ലാ രീതിയിലും പ്രൂവ് ചെയ്തതാണ്. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളി പറഞ്ഞത് 10,000 ആണ്, ഇപ്പോൾ അത് 5,000 കുറയ്ക്കാനായിട്ടൊരു താല്പര്യം ഉണ്ടെന്നുള്ള രീതിയിലാണ്. ഇപ്പം മെയിനായിട്ടുള്ള സ്റ്റേജ് കിട്ടുന്നവർ ഇപ്പോൾ പറയുന്നത് 50,000 വരെ പുറകിലോട്ട് പോവുക. ആ ഒരു അവസ്ഥയാണിത്. നമ്മൾ അത് മെയിൻ സ്റ്റേജ്. എൻ്റെ ലൈക്ക് കാണാൻ താഴെയുള്ളത് ഇവർ യൂട്യൂബിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കമൻസാണ് മുഴുവൻ. പിന്നെ ഈ അടുത്ത നാളിൽ 2018 എനിക്ക് തോന്നുന്നത് ഒരു സൈറ്റിൽ നിന്നുള്ള ഒരു DNA ടെസ്റ്റിങ്ങിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു. അതിൻ്റെ കീഴിൽ വായിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഈ നമുക്കൊരു ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെയെങ്കിലും വേദമായിട്ട് കണക്ട് ചെയ്യണം. തമിഴർ അല്ലെങ്കിൽ എന്താ പറയുന്നത് വെച്ചാൽ അവരെങ്ങനെ ഇതുമായിട്ട് കണക്ട് ചെയ്യണം. ഇപ്പോൾ ഇവർ തമ്മിൽ പിടിവലിയ. നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പെടാതിരിക്കാൻ നമുക്ക് ഒരു നിവൃത്തിയില്ല. എന്നുവെച്ചാൽ നമ്മളതാ പഠിച്ചേക്കുന്നത്. ഇതിനകത്തൊരു തെറ്റും നമ്മൾ കാണുന്നില്ല. അപ്പം പിന്നെ 2018 ഇത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിന് പിന്നെ പറയാം. അത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ ആരും പെടുന്നില്ല അവർ. അപ്പോൾ അത് പിന്നെ ഇവർ രണ്ടുപേരും കൂടി ഇത് തെറ്റാന്നുള്ള രീതിയിലോട്ടാണ് കമൻസാണ് വായിക്കേണ്ടത് കീഴുള്ളത്. ഇവർ തമ്മിൽ അടിയാണ് താൻ അതിനൊപ്പം പറയുന്നു ഓക്കെ ഇത് അങ്ങനെയല്ല, ഇത് ശരിയല്ല എന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയാമെന്ന് വെച്ചാൽ അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതും ഇപ്പോൾ ഹാരപ്പ മോഹൻജദാരോ. അപ്പോൾ ഈ കാണുന്ന ഇത് മോഹൻജദാരോയിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പൊതുവെ എല്ലാവരും നമ്മളെ കാണിക്കുന്നത് ഇപ്പം ഇൻഡസ് വാലിനെ കുറിച്ച് കാണുമ്പോഴത്തേക്കും. അപ്പം ഈ ഒരു ഏരിയ ഇപ്പോൾ അറിയാം, ഇതിപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇത് ഗുജറാത്താണ്, ഇത് എന്നാ പറയുന്നത് ഇത് പാകിസ്ഥാൻ, ഇത് നമ്മുടെ ഇന്ത്യയാണത്. ഇത് ഇൻഡസ് റിവറിൽ പോകുന്ന കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതാണ് ശരിക്കുമുള്ള അതിൻ്റെ ട്രിബ്യൂട്ടറീസ് ഉള്ള. ഇതിപ്പം നമ്മുടെ ഈസ്റ്റേൺ സൈഡിലെ ട്രിബ്യൂട്ടറീസ് ആണ് ഇവിടെ കാണിക്കുന്നുള്ളൂ. അതായത് പിന്നെ ചലം, ചീനാബ്, അങ്ങനത്തെ കുറച്ച് നദികൾ, സത്ലജ്. അപ്പം ഈ സൈറ്റുകളെല്ലാം നമ്മൾ കണ്ടുപിടിച്ചതാണ്. അതൊരു പ്രത്യേക സൈറ്റിൽ അത് മാത്രം ഡെവലപ്പ് ചെയ്തോ അല്ല ഇൻഡസ് വാലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഇൻഡസിന് അല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അത് ഗുജറാത്തിൻ്റെ ചുറ്റും എനിക്ക് തോന്നുന്നു നർമ്മദയോ തപ്തി എന്താണെന്ന് എനിക്ക് തോന്നിയത്. അപ്പം അവിടേക്ക് ഇത് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ആണെന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ ഹിസ്റ്ററി പോകുന്നത്. ശരിക്കുമുള്ള ഹിസ്റ്ററി എന്ന് വെച്ചാൽ മെയിൻ സ്ട്രീം എന്ന് ഉദ്ദേശിക്കുന്നത് വേൾഡ് ഹിസ്റ്ററി പറയുന്നതെന്ന് വെച്ചാൽ അത് വേറൊരു ഇതിലാണ് പറയുന്നത്. അത് ആര്യൻ മൈഗ്രേഷനോ അല്ലെങ്കിൽ ഇൻഡസ് വാലിനെ കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഡിസ്കഷനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഇത് വെച്ചാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് താനും. നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഒന്ന് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ സെൻട്രിക് ആയിട്ടാണ് നമ്മൾ ഇൻഡസ് വാലിനെ എന്നും നമ്മൾ കണ്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ ആണെന്നുള്ള രീതിയിൽ. ഇനി ഞാനിതിനെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡസ് വാലിനെ ഒരു ഇന്ത്യൻ സെൻട്രിക്കിൽ നിന്ന് മാറ്റി നിർത്തി ഒരു വേൾഡ് വ്യൂ എന്നുള്ള രീതിയിൽ, അതായത് പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോഴത്തേക്ക് ഉള്ള സിവിലൈസേഷനും ഇൻഡസ് വാലി ഒന്നിച്ച് കാണുമ്പോഴേ എങ്ങനെ ഇരിക്കും എന്നറിയാനായിട്ട് ഉള്ള ഒരു ചെറിയൊരു ശ്രമമാണിത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ എസ്പെഷ്യലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആര്യൻ മൈഗ്രേഷനെ കുറിച്ച് പറയുമ്പോഴും ഇൻഡസ് വാലിനെ കുറിച്ച് പറയുമ്പോഴുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഇതിൻ്റെ ഹിൻഡ് തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജുകളാണ്. അതായത് ഭാഷാശാസ്ത്രത്തിലുള്ള ഓരോ ഗവേഷണങ്ങളാണ് ഇതിനെക്കുറിച്ച് ഒരു ഇത് തന്നിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് ഹിസ്റ്ററി പറയാം, ചുറ്റുമുള്ള സിവിലൈസേഷനുകളെ കുറിച്ച് ഞാൻ പറയാം. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പം ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും ഞാൻ ലോകത്തെല്ലാ ലാംഗ്വേജിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, ആ റീജിയനിലുള്ള ലാംഗ്വേജ് മാത്രമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന റീജിയൻ എന്ന് പറയുന്നത് ഇതാട്ടോ. ഇതിപ്പം അറിയാമല്ലോ, ഇതിപ്പോൾ നമ്മൾ ഇന്ത്യ കിടക്കുന്നു, പിന്നെ ദ്രവീഡിയൻ ഇതുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ആഫ്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജസ് എന്ന് പറയുന്ന ലാംഗ്വേജുകളാണ് ഈ ഏരിയയിൽ. അപ്പം അതായത് നമ്മുടെ അറബിക്കൊക്കെ വരുന്നു, പിന്നെ ഇത് ഫുൾ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ വേണം, അല്ലെങ്കിൽ ഇതിനെ മനസ്സിലാക്കണതിന് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ ഒന്ന് പുറകോട്ട് പോവാണ്. ഇപ്പോൾ ദ്രവീഡിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സൗത്തിലുള്ള ലാംഗ്വേജസ് ഇവിടെ പിന്നെ ശ്രീലങ്കയിലുണ്ട്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ദ്രവീഡിൻ്റെ ഒരു ബ്രാഞ്ച് പാകിസ്ഥാനിലുണ്ട്, അതായത് ഇപ്പോഴത്തെ ബലൂചിസ്ഥാനിൽ ഇതുണ്ട്. അപ്പോൾ അത് അവിടെയും നമുക്കത് മ്യൂച്വലി ഇൻഡിവിജ്വൽ അല്ല, നമുക്കത് മനസ്സിലാവില്ല അവർ പറയുന്നതാണ്, പക്ഷേ ദ്രവീഡിയൻ തന്നെയാണ് അപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും ദ്രവീഡിയൻ ഈ രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. ആഫ്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജുകൾ എന്ന് വെച്ചാൽ ഒത്തിരി ലാംഗ്വേജുകളുണ്ട്.
നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സെമറ്റിക് ലാംഗ്വേജ് ഈ ലാംഗ്വേജ് ഫാമിലിനെ മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ആ ഏരിയയിൽ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നും പഴയ കാലത്തും ഇന്നും. ഇപ്പം നമ്മുടെ ദ്രവിഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 4000 years ഓൾഡ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അതിൽ കൂടുതലാകും, നമുക്കറിയില്ല. പക്ഷേ ആ റീജിയനിൽ തന്നെ കോൺസെൻട്രേറ്റഡ് ആണ് ആ ലാംഗ്വേജ്. ഇപ്പോൾ മോഡേൺ ലാംഗ്വേജുകൾ ആഫ്രോ ഏഷ്യാറ്റിക് അല്ലെങ്കിൽ സെമറ്റിക്കിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അറബിക്കാണ്, പിന്നെ അരമായിക്ക് വളരെ കുറച്ച് ആൾക്കാരെ ഇപ്പോൾ സംസാരിക്കുന്നുള്ളൂ. അത് കൂടാണ്ടുള്ളതെന്ന് പറയുന്നത് ഹീബ്രു. ആ 3 ലാംഗ്വേജ് അത് കൂടാണ്ട് ഇപ്പോൾ ഇതിൻ്റെ പുറകോട്ട് പോയിക്കുന്നില്ല. അറബിക്കിന് അതിന് മാത്രം പഴക്കമില്ല. ഇത്രയും പോപ്പുലർ ആകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഏരിയയുള്ള ഇസ്ലാമൈസേഷന് ശേഷമാണ് അറബിക്ക് ഇത്ര പോപ്പുലർ ആകുന്നത്. അതുപോലെ തന്നെ ഈ അരമായിക്ക് ഹിസ്റ്റോറിക്കലി എന്ന് പറയുന്നത് അത് പോപ്പുലർ ആകാൻ അതിന് അതിൻ്റെതായ റീസൺസ് ഉണ്ട്. ഇതിന് പുറകെ ഈ ഏരിയയിൽ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് അക്കാദിയൻ, അതൊരു പഴയ ലാംഗ്വേജാണ്. അതും ഈ ടൈപ്പിൽ തന്നെ പെട്ട, അതായത് സെമിറ്റിക് ഇതിൽ പെട്ടുന്ന ലാംഗ്വേജ്. പിന്നെ ഉഗാറിത്ത്, അങ്ങനെ പല ലാംഗ്വേജുകളുണ്ടായിരുന്നു. അതിലോട്ട് ഞാൻ പിന്നെ വരാം ഞാൻ. പിന്നെ ഇതാണ് ഇൻഡോ യൂറോപ്യൻ. ഇത് ഇപ്പോഴത്തെ ആട്ടോ കാണിക്കുന്നത് ഇൻഡോ യൂറോപ്യൻ. ഇപ്പോഴെന്താണ് ഇൻഡോ യൂറോപ്യൻ എന്ന് പറയുന്നത്? ഇത് ഇൻഡോ യൂറോപ്യൻ എന്ന് വെച്ചാൽ ഒറ്റ ലാംഗ്വേജ് ഫാമിലിയാണ് നമ്മൾ ഈ കാണുന്നത് ഫുള്ള്. അതിനകത്തുള്ള സബ് ഡിവിഷൻസ് ആണ് പല കളറിൽ കാണുന്നത്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നോക്കി, ഇത് നമ്മുടെ ഇന്ത്യ ഉണ്ട്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, എനിക്ക് തോന്നുന്നത് ഉസ്ബെക്കിസ്ഥാനും തജിക്കിസ്ഥാനും എന്ന് തോന്നുന്നു, ഇറാൻ. പിന്നെ അതുപോലെ തന്നെ ഇത് കുർദിഷ് വംശജർ താമസിക്കുന്ന സ്ഥലമാണ്. അതുകൂടാണ്ട് ഇവിടെയുള്ള കുറേ ഡോട്ട്സ്, അത് കൃത്യമായിട്ട് എനിക്കറിയില്ല ഏതാണ്. പിന്നെയുള്ളത് നോക്കി ശ്രീലങ്കയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഹർ പറയുന്നത് ഇൻഡോ യൂറോപ്യനാണ് പറയുന്നത്. പിന്നെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ലാവിക് ഏരിയ ആണ്, സ്ലാവിക് ലാംഗ്വേജ്, അതായത് റഷ്യൻ, പോളിഷ്, ഉക്രേനിയൻ, പിന്നെ ഇത് ഈ ചെക്ക്, സ്ലവോക്കുകൾ, പിന്നെ ഈ ഇത് ബെലോറഷ്യ. അപ്പോൾ ഈ പിന്നെ ഇത് സൗത്ത് സ്ലാവിക്, അത് പഴയ യുഗോസ്ലാവിയയുടെ സ്റ്റേറ്റ്സ്, നമ്മുടെ ബോസ്നിയ, സെർബിയ, അതൊക്കെ. പിന്നെ അതെല്ലാം സ്ലാവിക്കിലും. പിന്നെ ഈ കാണുന്നത് ജർമാനിക് ലാംഗ്വേജസ് ആണ്. സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ, ജർമ്മനി, ബെൽജിയം, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, പിന്നെ നമ്മുടെ ഇംഗ്ലീഷ്, നമ്മുടെ ഗ്രേറ്റ് ബ്രിട്ടൻ, ഐസ്ലൻഡ്. അപ്പോൾ അവിടെയാണ് കൂടുതലും ജർമാനിക് ലാംഗ്വേജുകൾ. പിന്നെ വെച്ചാൽ ലാറ്റിൻ ഇത് പോർച്ചുഗൽ, സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി, പിന്നെ ഇത് റൊമേനിയയുടെ അടുത്ത് തന്നെ മോൾഡോവ. ഇവിടെയും ഇതെല്ലാം ശരിക്കും റൊമാൻസ് ലാംഗ്വേജ്, അതായത് നമ്മുടെ ലാറ്റിൻ ലാംഗ്വേജാണ്. അവരാണിപ്പോഴും ഏറ്റവും കൂടുതൽ പഴയ ലാറ്റിൻ ഹെറിറ്റേജ് കീപ്പ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഗ്രീസ്, ഇത് അൽബേനിയൻ. അപ്പോൾ ഇതാണ് ഏറ്റവും വലുത് ശരിക്കും പറഞ്ഞാൽ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഏഷ്യയുടെ ഇതേ കാണിക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ സെയിം ലാംഗ്വേജുകൾ തന്നെയാണ് നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്കയിലോട്ടും വന്നേക്കുന്നത്. അപ്പം ഇതാണ് ലാംഗ്വേജ് ഹിസ്റ്ററി പറഞ്ഞു വരുമ്പോഴത്തേക്കും. ഇനി ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ലാംഗ്വേജ് ഒന്നും ഈ സമയത്ത് ഇൻഡസ് വാലിയുടെ സമയത്ത് ഈ രീതിയിലല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ലാംഗ്വേജ് ഇന്ത്യയിലോട്ട് വരുന്നതിനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യൻ മൈഗ്രേഷൻ തിയറി എന്ന് നമ്മൾ പറയുന്നത് തന്നെ. നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ ഇതേ രീതിയിലൊരു മാപ്പ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എവിഡൻസസ് കിട്ടിയേക്കുന്നത് ലിംഗ്വിസ്റ്റിക്സ്, അതിനകത്തുള്ള ഒത്തിരി റിസർച്ചും ഗവേഷണമുണ്ട്. അപ്പോൾ അവരൊരു രീതിയിലൊരു മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് ആർക്കിയോളജിസ്റ്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള ബെറിയൽസ്. അപ്പോൾ അതിനകത്ത് ഏത് ബെറിയലിനകത്തായിരുന്നു ഇന്ന ആനിമൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരും അതേ രീതിയിൽ ആനിമൽ വേറെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയും ഇതും അതിനായിട്ട് ബന്ധമുണ്ട്. പിന്നെ അതിനകത്ത് റേഡിയോ കാർബൺ ഡേറ്റിംഗ് നടത്തും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെച്ചാണ് അവർ ആർക്കിയോളജിസ്റ്റുകളുടെ ഐഡിയയും. പിന്നെ ഇവർ ഈ ലാംഗ്വേജിൻ്റേതായിട്ടുള്ള കുറേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിച്ചേർത്താണ് ഇവരിത് ചെയ്യുന്നത്. നോക്കുമ്പോഴത്തേക്കും പലരുടെയും പല രീതിയിലുള്ള മാപ്പാണ്. ഏറ്റവും കൂടുതൽ ജെനറ്റിക്സിൻ്റെയാണ് ഏറ്റവും ഒരുപക്ഷെ വ്യത്യസ്തമായിട്ട് കാണുന്നത്. ജെനറ്റിക്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജെനറ്റിക്കൽ സ്റ്റഡീസ് നടന്നിട്ടുള്ളത് ഈ സെൻട്രൽ ഏഷ്യൻ റീജിയനിലാണ്. അവർക്ക് സ്റ്റഡി നടത്തണമെങ്കിൽ അതിൻ്റെതായ സാമ്പിൾസ് കിട്ടണം. അപ്പോൾ എവിടെ നിന്നാണ് സാമ്പിൾസ് കിട്ടുന്നതിനനുസരിച്ചാണ് അവർ പലപ്പോഴും മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്താണ് കൃത്യമായിട്ട് മാപ്പെന്ന് കാണാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാനുള്ളതിൽ ഒരു ഏകദേശം എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞതിന് ഞാനത് ഇവിടെ കാണിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഏരിയയിലാണ് ഇൻഡോ യൂറോപ്യൻ തുടങ്ങിയതെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ രീതിയിലാണ് ഇൻഡോ യൂറോപ്യൻ ഈ ഒരു 2300 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും സ്പ്രെഡ് ചെയ്യുമെന്ന് പറയുന്നത്. 2300 പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അന്നേരം ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇതാണ് നമ്മുടെ ഇൻഡസ് റിവർ പീക്കിൽ നിൽക്കുകയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലിയിലെ പറഞ്ഞ ലാംഗ്വേജ് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. നമുക്കതല്ല അവരെന്ത് ലാംഗ്വേജാണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ അവരെഴുതപ്പെട്ടിരിക്കുന്നതിനെ ഡീസൈഫർ ചെയ്യാനൊന്നും നമ്മൾ ഇതിനെക്കുറിച്ച് ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. ഈ രീതിയിലാണ് ഇൻഡോ യൂറോപ്യൻ ആദ്യകാലങ്ങളിൽ 2000 അന്നേരം ഇൻഡസ് വാലി ഉണ്ട്. ഇവിടെയുള്ള സിവിലൈസേഷൻ ആഫ്രോ ഏഷ്യാറ്റിക് പറയുന്ന സിവിലൈസേഷൻസ് ഇവിടെയും വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് 1500 ആയി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇവർ ആദ്യമായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ത്യയിലോട്ട് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യകാലങ്ങളിൽ നോർത്തേൺ പഞ്ചാബിലാണ്, ആ റീജിയനിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ആദ്യം വരുന്നത്. ഇതിനകത്തൊരു കൊളീഷൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഇൻഡസ് വാലി ഈ സമയത്തിന് ആദ്യത്തേക്ക് ഏകദേശം ക്ഷയിച്ച് അപ്രത്യക്ഷമായി പോകുന്നത് 1900 തന്നെ ഇൻഡസ് വാലി ശരിക്കും ക്ഷയിക്കുകയും 1600 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം പൂർണ്ണമായിട്ടും അവർ ഇല്ലാണ്ടായി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാണ്ടായി എന്ന് പറഞ്ഞാൽ ആൾക്കാർ പോയി നല്ല ഉദ്ദേശിക്കുന്നത്.
അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതില്ലെന്ന്, ഒരു പ്രസൻസ് ഇല്ലാണ്ടായി മാറിയത്. അപ്പോൾ അതുപോലെ തന്നെ ഈ സമയപ്പോഴത്തേക്ക് ലാംഗ്വേജ് ഇവിടെയും സ്പ്രെഡ് ചെയ്തു, നമ്മുടെ ഇറാനിയൻ ഈ പ്ലേറ്റോയിൽ സ്പ്രെഡ് ചെയ്യുന്നു. പിന്നെ അത് കൂടാണ്ട് ഈ ഒരു ബ്രാഞ്ച് കണ്ടു ഇവിടെയുണ്ട്. അതൊരു ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ഹിറ്റൈറ്റ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, അവരുടെ ഒരു ഇതാണ്, ബ്രാഞ്ചാണ്. പിന്നെ ഗ്രീസുകാർ. പിന്നെ ഇതാണ് ശരിക്കും പറഞ്ഞാൽ അവസാനം ഒരു എത്തപ്പെട്ടൊരു നില. ഈ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എഴുത്തുഭാഷയില്ല. ഈവൻ ഇപ്പോഴും അവർക്ക് എഴുത്തുഭാഷ കൃത്യമായിട്ട് ഇല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്ന് വെച്ചാൽ അവരെന്ന് വെച്ചാൽ പാസ്റ്ററൽ സൊസൈറ്റിയാണ്, അവർ നോമാഡിക് ട്രൈബ്സാണ്, അവരൊരിടത്തും താമസിക്കുന്നില്ല. അപ്പോൾ അവർ ഒരു രീതിയിലുള്ള എഴുത്തുഭാഷ യൂസ് ചെയ്തിട്ടില്ല അവർ. ആ സമയത്ത് ഇൻഡസ് വാലിയിൽ സീലും അതുകൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 800 എന്ന് പറയുമ്പോൾ ഒരു 200 വർഷത്തോടെ കഴിയുമ്പോഴത്തേക്കും ശ്രീബുദ്ധൻ ജനിക്കുന്ന സമയമായി. ആ സമയത്ത് വർത്തമാന മഹാവീരൻ്റെ സമയം വരുന്നു. ഞാനിനി ഒന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഡസ് വാലിനെ കുറിച്ച് പറയുമ്പോൾ ഇനി നമ്മൾ ഈ സിവിലൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിനെ നമ്മൾ കാണുന്നത്, ഏതെല്ലാം സിവിലൈസേഷൻ ഏതൊക്കെ സമയത്താണ് വന്നത് എന്ന് വെച്ചാൽ എനിക്കിവിടെ ഏൻഷ്യൻറ്റ് നിയർ ഈസ്റ്റ് സിവിലൈസേഷൻ എഴുതേണ്ട കാര്യമില്ല. ആ സമയത്ത് ഇതിവിടെയേ ഉള്ളൂ സിവിലൈസേഷൻ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ. പിന്നെ ചൈനയിൽ ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു, നമുക്കത് ഡിബേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു കംപ്ലീറ്റ് എഴുത്ത് ഭാഷ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾ, നൈൽ നദി, ഇത് ഇൻഡസ് വാലിയുടെ ബ്രാഞ്ച് അല്ല കേട്ടോ, അതല്ല, ഇത് ഇൻഡസിൻ്റെ ബ്രാഞ്ച് അല്ല, വേദത്തിൽ പറഞ്ഞിട്ടുള്ളൊരു നദിയാണിത്, ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുള്ള. ഓക്കെ, ഇപ്പം ഇത് വേറൊരു പിക്ചർ നമുക്ക് ഇൻഡസ് വാലിനെ കുറിച്ച് കാണിക്കാനായിട്ടുള്ളത്. മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത് ഒരു റീജിയനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ സുമേറിയ ഉണ്ട്, സൗത്തിൽ ബാബിലോണിയ ഉണ്ട്, ഇവിടെ അസീറിയൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഏത് കാലയളവിലാണെന്ന് വെച്ചാൽ ഇവർ പലരും ഭയങ്കര പ്രബല ശക്തികളായി വന്ന സമയമുണ്ട്. പിന്നെ അതിനൊപ്പം തന്നെയുള്ള ഇവിടെ വേറൊരു കൾച്ചർ എന്ന് പറയുന്നത് ഇലാമൈറ്റ്സ്. അതുപോലെ തന്നെ ഇവിടെ ആ സമയത്ത് ഇൻഡസ് റിവർ ഇവിടെയാണ്. പിന്നെ ഈജിപ്ഷ്യൻസിനെ പറഞ്ഞിട്ടില്ല, ഈജിപ്ഷ്യൻസ് ഇവിടെയുണ്ട്. ഈജിപ്ഷ്യൻസ് വളരെ പഴയതാണ്. ഇതും വേറൊരു ഇതെന്നേ ഉള്ളൂ, ഇതിനകത്ത് കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഈ 3 dots ഉള്ള സ്ഥലങ്ങളെല്ലാം പഴയ സ്ഥലങ്ങളായിട്ടാണ് കാണുന്നത്. ഇനി ഇത് കണ്ടിട്ടുണ്ടാവും എല്ലാവരും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും ക്യൂണിഫോം ടാബ്ലറ്റ് ആണ്. എഴുത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്പോക്കൺ ലാംഗ്വേജ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും നമ്മൾ സംസാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും എഴുതാനറിയാം. അതൊരു നെസസിറ്റി ആയിട്ടുള്ള കാര്യമാണോ? എഴുത്ത് അറിയുക എന്ന് പറയുന്നത് ഒട്ടും നെസസറി ആയിട്ട് നമുക്ക് മനുഷ്യന് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഇതൊരു നല്ലൊരു ടൂളാണ് ഈ റൈറ്റിംഗ് എന്ന് വെച്ചാൽ. അതിനെന്തൊരു ഒരു റീസൺ വേണം, എന്തിനാണ് നമ്മളിത് കണ്ടുപിടിച്ചതെന്നുള്ളത്. ഇപ്പം അത് പലപ്പോഴും പലതാണ്. എന്ന് വെച്ചാൽ ആദ്യകാലത്തെ എഴുത്ത് ലാംഗ്വേജുകളൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഡസ് വാലി എക്സാമ്പിളായിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ, ആദ്യം വരുന്ന സീലുകളും സിമ്പിൾസുമാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾസ് എന്തിനാണ്? സിമ്പിൾസ് വെച്ചാൽ ട്രാഫിക് സൈൻസ്. അതേ രീതിയിൽ ഇപ്പോൾ ആരാധനാലയങ്ങൾ എവിടെയാണ് അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ പറയുന്നു. അപ്പം ആ രീതിയിലുള്ള പിന്നെ നമ്മുടെ ഓരോ രാജാക്കന്മാരുടെ ഹൈറാർക്കിയും അവരുടെ കോർട്ട് ഓഫ് ഫാംസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പം അതാണ് ആദ്യത്തെ സിമ്പിൾസ് ആൻഡ് സയൻസ് ആയിട്ട് ഇത് വരുന്നത്. പിന്നെ അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞിട്ട് കംപ്ലീറ്റ് ലാംഗ്വേജിൻ്റെ ആവശ്യം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും റെക്കോർഡിക്കലായിട്ട് എന്തെങ്കിലും എഴുതി വെക്കണം നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനിലോട്ട്, അല്ലെങ്കിൽ ട്രേഡ്, 2 ആൾക്കാരുമായിട്ടുള്ള തമ്മിലുള്ള ട്രേഡ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കണം. പിന്നെ എന്ന് വെച്ചാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിമ്പിൾ സെറ്റാണ് കലണ്ടർ കണ്ടുപിടിക്കുക. എന്നുവെച്ചാൽ ഈ പറയുന്ന എല്ലായിടത്തും കലണ്ടർ പലതാണ് കലണ്ടർ എന്ന് വെച്ചാൽ അത് ഒരു ബേസ് കിട്ടിയിട്ടുണ്ടെങ്കിലും കലണ്ടർ പലയിടത്തും പല രീതിയിലാണ്. കാരണം എന്ന് വെച്ചാൽ കാലാവസ്ഥ വ്യത്യാസമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാരണം കൊണ്ട് അപ്പോൾ ഇതെല്ലാം ഇതിങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ റിട്ടൺ ലാംഗ്വേജ് വരുന്നത്. ഞാനിപ്പോൾ റിട്ടൺ ലാംഗ്വേജിനോട് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു സിവിലൈസേഷനെ കുറിച്ച് പറയുമ്പോൾ ലാംഗ്വേജിൽ അവർ എത്രമാത്രം ഡെവലപ്ഡ് ആയിരുന്നുള്ള ഒരു വലിയൊരു ഫാക്ടറാണ് അത്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഇത് ഏൻഷ്യൻ സുമേറിയൻസ് ആണ്. സുമേറിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് ആ റീജിയനിൽ അല്ലെങ്കിൽ ഒരു BC 3000 എഴുതി തുടങ്ങിയിട്ട് ഒരു കംപ്ലീറ്റ് ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ അവർക്ക് എന്ത് കാര്യവും എഴുതാൻ പറ്റുമായിരുന്നു. അപ്പം ഇതിന് ക്യൂണിഫോം ടാബ്ലറ്റ്സ് എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ സുമേറിയ എന്ന് പറയുന്നത് അവിടെ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾ ഒഴുകുന്നു. അവർ ക്ലേ ടാബ്ലറ്റ്സ് ഉണ്ടാക്കിയിട്ട് അതിൽ ഈ ചെറിയ കോല് വെച്ചിട്ട് കുത്തി മാർക്കുണ്ടാക്കുകയാണ് ചെയ്യുന്നവർ. ഇതേ സമയത്ത് തന്നെ ഏകദേശം ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഈജിപ്ഷ്യൻസ് എഴുതി തുടങ്ങി. ഈജിപ്ഷ്യൻസ് ഉപയോഗിച്ച് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഹൈറോഗ്ലിഫിക്സ്. അപ്പോൾ അത് രണ്ടിൻ്റെ ബേസ് എന്ന് വെച്ചാൽ രണ്ടിൻ്റെയും ഒരുപോലെയാണ് ഡെവലപ്പ് ചെയ്യുന്നതല്ല പറയുന്നത്. ആദ്യം എല്ലാ ഈ സയൻസ് സിമ്പിൾസും ഈ പിക്ടോഗ്രാംസിൽ നിന്നൊക്കെയാണ് ഈ ഒരു മോഡേൺ ലെവലിലുള്ള ലാംഗ്വേജുകൾ വരുന്നത്. ഞാനൊന്ന് പുറകോട്ട് പോവാണ്. ഈ റീജിയനിൽ, അതായത് ആ ടാബ്ലറ്റ് കാണിച്ച അറൗണ്ട് 2500 അന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റീജിയനിലുള്ള ആൾക്കാർ ഇൻഡസ് വാലിനെ ഉള്ള കണക്ഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ എഴുതി വെച്ചേക്കുന്നതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വാട്ടർ ബഫലോ ആണ്. വാട്ടർ ബഫലോ എന്ന് പറഞ്ഞാൽ ഏറ്റവും പോപ്പുലർ എന്ന് പറയുന്നത് ഇൻഡസ് വാലിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇൻഡസ് വാലിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളത് ഈ മെസപ്പൊട്ടോമിയൻസ് ആണ്. അക്കാദ് ആ രീതിയിലാണ് ഇവർ എഴുതിയിട്ടുണ്ട്. അവർക്ക് ഈ ഓരോ റീജിയൻസിന് പഴയ രീതിയിൽ കുറേ പേരും കുറേയൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇൻഡസ് വാലിയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഇതൊരു അറൗണ്ട് 2000 BC
2000 BC പ്രത്യേകത വെച്ചാൽ ഇൻഡസ് വാലി എപ്പോഴും സ്ട്രോങ് ആണ്. ഇതുണ്ടോ, ഇതാണ് അവർ ഈ പേര് അവർ വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്കിപ്പോഴും പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ല അതൊരു പേരാ. അതുപോലെ തന്നെ നോക്കി ഇത് ഇലാം ഉണ്ട്, അതുപോലെ തന്നെ നോക്കി ഇത് സുമേറിയ, ഇത് അസൂർ, ഇത് ഇവിടെയാണ് അസീറിയൻസ് വരുന്നത്. നിനവേ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ മസൂൾ, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന സ്ഥലങ്ങൾ. പിന്നെ ഈ താഴെയുള്ള ഈ കാണുന്ന ഉർക്ക്, അതെല്ലാം ഈ നിപ്പൂർ എന്ന് പറയുന്നതെല്ലാം ബാബിലോണിയയുടെ ഭാഗങ്ങളാണ്. അതുകൂടാണ്ട് ഇവിടെ ഈജിപ്ഷ്യൻസ് ഉണ്ട്. പിന്നെ ഒറ്റയടിക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന എല്ലാ സിറ്റീസ്, ഇത്രയല്ല സിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും ടൊറൻഡോ ഉണ്ടെങ്കിൽ നോക്കി, ടൊറൻഡോയുടെ ചുറ്റുമുള്ള കുറേ ചെറിയ സിറ്റീസ് ഉണ്ട്. ഇതേ രീതിയിൽ ഈ ഒരു ഏരിയ മൊത്തം പ്രോസ്പെറസ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇൻഡസ് വാലി ആൾക്കാർ നമുക്ക് അവരുടെ സീലുകളിൽ നിന്ന് കൃത്യമായിട്ട് നമുക്കറിയാം അവർ ബോട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. നമുക്ക് അവരുടെ ബോട്ടിൻ്റെ സീലുകളുണ്ട്. അവർ ഒരുപക്ഷെ ഇവിടം വരെ പോയിരിക്കണം നമുക്ക് കൃത്യമായിട്ട് വാശി പിടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവരുമായിട്ടുള്ള കണക്ഷൻ ഈ ഖത്തർ അല്ലെങ്കിൽ ബഹ്റിൻ, ഈ ഒമാൻ, ഈ റീജിയനുമായിട്ടുണ്ടെന്നുള്ള കാര്യം പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിലുള്ള തെളിവുകൾ വെച്ച്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആർക്കിയോളജിസ്റ്റുകൾക്ക് അറിയാം ഒരിടത്ത് നിന്ന് കിട്ടുന്ന ലോഹം, അതായത് മെറ്റൽ എന്താണെന്നുള്ളത്. അതായത് ഇപ്പം എവിടേക്കാണ് ഖനി ഉണ്ടായിരുന്നത് പഴയ കാലത്ത്. ഇതെന്ന് വെച്ചാൽ വെങ്കലം എന്ന് വെച്ചാൽ ബ്രോൺസ് ഏജിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. 2000 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അയൺ ഏജിലോട്ട് വരുന്നേ ഉള്ളൂ. അപ്പം അവർക്കറിയാമെന്ന് വെച്ചാൽ ടിന്നുള്ള സ്ഥലം എവിടെയാണ്, ഇതൊരു അലോയിയാണ് ഈ വെങ്കലം അല്ലെങ്കിൽ എന്ന് പറയുന്നത്. അതായത് കോപ്പറും ടിന്നും കൂടെ. കോപ്പറിൻ്റെ ഏറ്റവും വലിയ ഏരിയ എന്ന് വെച്ചാൽ സൈപ്രസിൻ്റെ ആ പേര് തന്നെ കോപ്പർ എന്നാണ്. ആ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ. പിന്നെ പല ഭാഗങ്ങളുണ്ട് കോപ്പർ, ടിന്നുള്ളതുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഇവർക്ക് ക്വാളിറ്റി അറിയാം, ഒത്തിരി കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇവർ അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ്, ആൾക്കാർ യൂസ് ചെയ്ത് തരുന്ന ഓർണമെൻറ്റ്സ് ഒത്തിരി. അപ്പോൾ ഈ ടൈപ്പുള്ള കല്ലുകൾ അത് ഏത് റീജിയനിൽ നിന്നാണ് വരുന്നത്, അപ്പോൾ ഈ ഓർണമെൻറ്റ്സ് ആരാ യൂസ് ചെയ്തത്. അപ്പോൾ ഈ പല റീജിയനുകളും നമുക്ക് ഈ ഓർണമെൻറ്റ്സ്, ഇൻഡസ് വാലിയുടെ ഓർണമെൻറ്റ്സ് പലയിടത്തും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഓർണമെൻറ്റ്സും ആണെന്നല്ല, ഒരു 20% ഓർണമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഓക്കെ അവരുമായിട്ട് ബിസിനസ് ഉണ്ടായിരുന്നു, എന്തോ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു, നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇൻഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ട്, ഇപ്പോൾ ഇൻഡസ് എഴുതി വെച്ചേക്കുന്നത് മാപ്പിൽ. പക്ഷേ നമുക്ക് യാതൊരു ഐഡിയ ഇല്ല ഇവർ ഇൻഡസ് വാലിയിൽ ജീവിച്ചിരുന്ന ആൾക്കാർ ഈ നദീനെ എന്താ വിളിച്ചതെന്ന് നമുക്കറിയില്ല. അത് ഒരു പിടിയില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം പുതിയ പേരുകളാണ്. പക്ഷേ എങ്കിലും നമ്മളത് വിളിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് അറിയായിരിക്കും, പക്ഷേ ഇത് എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ ഇത് ദുബായ് ആണ് ഈ കാണുന്നത്. ഇത് ദുബായിയുടെ വളരെ അടുത്തായിട്ടുള്ള ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. എനിക്കാണ് യുനെസ്കോ പ്രൊട്ടക്റ്റഡ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് ഒരു അറബ് നെയിം, എനിക്ക് പ്രൊണൗൺസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അതിനകത്ത് എഴുതാത്തത്. അപ്പോൾ ഇവിടെ ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് അവർ പലതും, ഇവിടുന്ന് മാത്രമല്ല പല റീജിയനിലും, എനിക്ക് തോന്നുന്നു ഒമാനിലും ഇവിടത്തേക്ക് ഒത്തിരി ഇടുന്നവർ പലതും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത്രയും നേരം ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏൻഷ്യൻ സിവിലൈസേഷൻസും ഇൻഡസ് വാലിയെ കുറിച്ചുമാണ് ഞാൻ പറഞ്ഞത്. ഇൻഡസ് വാലിയുടെ എന്ന് വെച്ചാൽ 1600 ആയപ്പോഴത്തേക്ക് ഇൻഡസ് വാലി ഇല്ല, അല്ലെങ്കിൽ 1900 ആയപ്പോൾ തന്നെ ഇൻഡസ് വാലി ഏകദേശം അത് ലാസ്റ്റ് സ്റ്റേജിലാണ്. 1900 എന്ന് പറയുമ്പോൾ തന്നെ ഇതിപ്പോൾ അത് മാപ്പ് നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം, ഇത് ഒത്തിരി അത് കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണ്. അപ്പം BC 600 BC എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ 1900 വരെയായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് ആണെങ്കിൽ തന്നെ ഇതുണ്ട്, ഇപ്പോഴും ഇവിടുത്തെ സിവിലൈസേഷൻസിനൊന്നും പറ്റിയിട്ടില്ല, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് ബാബിലോണിയൻസ് ഉണ്ട്, അസീറിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവർ ഹിറ്റൈറ്റ്സ് ഉണ്ട്, ഇപ്പോൾ അതുപോലെ തന്നെ ഈജിപ്ഷ്യൻസ് ഉണ്ട്. ഒരു ചെറിയ കാര്യം എന്ന് പറയാമെന്ന് വെച്ചിട്ടുള്ളതാണ്, എന്ന് വെച്ചാൽ ഈ ബാബിലോണിയൻസും ഈ ഏരിയ മൊത്തം ആഫ്രോ ഏഷ്യാറ്റിക്കാണ്. അതായത് നമ്മുടെ അറബിക്കിൻ്റെയും അരമായിക്കിൻ്റെയും ഒക്കെ ഒരു പഴയ ലാംഗ്വേജ് എന്ന് പറയാം. അക്കാദിയനാണ് യൂസ് ചെയ്യുന്നത്. അക്കാദിയനാണ് ശരിക്കും പറഞ്ഞാൽ ആ ക്യൂണിഫോമൊക്കെ എഴുതുന്നത് അക്കാദിയൻ എല്ലാമാണ് എഴുതിയേക്കുന്നത്. ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു രാജ്യമായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുമേറിയയിലെ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലാംഗ്വേജോട്ടൊരു ബന്ധമില്ല, അത് ലാംഗ്വേജ് ഐസൊലേറ്റ് ആയിട്ടാണ് കാണുന്നത്. ഹിറ്റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മളെ തന്നെ ഗ്ലോറിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഹിറ്റൈറ്റ് എംപയർ എന്ന് പറയുന്നത് ഇവരും ഇൻഡസ് വാലിയുടെ ഏകദേശം പാരലൽസ് ആണ്. ഇവരും ആ സമയത്ത് തന്നെയാണ് ഇവർ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നത്. ഈ റീജിയനിൽ ഒരു 1800 ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ എഴുതാൻ തുടങ്ങി. അത് എഴുതി സെയിം യൂണിഫോമിൽ തന്നെയാണ് എഴുതുന്നത്. സുമേറിയൻസിൻ്റെ അടുത്ത് ഇവർ ബോറോ ചെയ്തു, അത് അവർ ഇവിടെയുള്ള എലാമൈറ്റ്സ് ഇത് ബോറോ ചെയ്തു, ഇവിടെയുള്ള ഹിറ്റൈറ്റ്സ് ഇത് ബോറോ ചെയ്തു. പക്ഷേ ഹിറ്റൈറ്റ്സ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ഏറ്റവും ഇൻട്രസ്റ്റിങ്. അത് അവർ യൂസ് ചെയ്യുന്ന ഇൻഡോ യൂറോപ്പിനാണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഇൻഡോ യൂറോപ്പിൻ ഇവിടത്തെയാണ്. കാരണം വെച്ചാൽ അവർ എഴുതി ഇൻഡോ യൂറോപ്യൻ ടാബ്ലറ്റിൽ, അത് 1800 BC ഓൾമോസ്റ്റ് 4000 years ago. ഈ സമയത്ത് നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദിക് കൾച്ചർ വന്നിട്ടില്ലെന്നുള്ളത് തന്നെയാണ് സത്യം. അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ പാകിസ്ഥാനിലെ നോർത്തേൺ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും വരെ എത്തിയിട്ടുള്ളൂ. ഇനി നമ്മൾ ഏൻഷ്യൻ വേൾഡിൽ നിന്ന് നമ്മൾ മാറുവാണ് ശരിക്കും പറഞ്ഞാൽ. ഇനിയിപ്പോൾ ഇൻഡസ് വാലി ഇല്ല, ഇവരെല്ലാം അപ്രത്യക്ഷമായി. ഇനി പുതിയൊരു ജനത ഈ റീജിയനിൽ രൂപപ്പെടുവാണ്. ഇനി ജനത എന്നല്ല, ആൾക്കാർ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷേ പുതിയ ലാംഗ്വേജുകളായി, പുതിയ ഐഡിയകളായി പലതും വരുവാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിൽ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഇതിന് ശേഷമാണ് വന്നത്. ഈ സമയത്ത് ഈ റീജിയൻ സംസാരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഇൻഡോ യൂറോപ്യൻ പറയുന്നത്, അതായത് ഇപ്പോഴത്തെ ഇറാനിലുള്ള ആൾക്കാർ, ഇറാൻ ഇല്ലെന്ന്
ഇറാൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഇറാൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആര്യൻ എന്നാണ് അർത്ഥം. അവരുടെ, അതായത് ഓൾഡ് അവസ്ഥൻ നമ്മുടെ ഋഗ്വേദം പോലെ തന്നെ അത് സെയിം പാരലൽ സമയത്ത് അവരുടെ എഴുതിയേക്കുന്നതാണ്. അപ്പോൾ അതായത് അവർ ഇവിടെ നിന്നാണ് വരുന്നത്, ഒരു ബ്രാഞ്ച് ഇന്ത്യയിലോട്ട് വരുന്നു, ഒരു ബ്രാഞ്ച് ഇറാനിലോട്ട് വരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരു 1500 ആണെന്ന് വിചാരിക്കുന്നു. ഋഗ്വേദം എഴുതുന്നു. അതുപോലെ തന്നെ ഈ സൊറാസ്ട്രനെ കുറിച്ച് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. ആ മതങ്ങൾ നമ്മുടെ നാട്ടിൽ വന്ന പാഴ്സികളായിട്ട് വന്നവരും ഒക്കെ. അതിൻ്റെ ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും പഴയതായിട്ട് കാണുന്നത്. അവസ്ഥ എന്നാണ് അതിനെ വിളിക്കുന്നത്. അവസ്ഥയിലാണ് ഇവർ ആരാന്ന് പറയുന്നത്. അതിനകത്ത് ഇച്ചിരി പ്രൊണൗൺസിയേഷനിൽ വ്യത്യാസമുണ്ട്. എനിക്കത് കൃത്യമായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൽ അതുപോലെ തന്നെ വേദത്തിൽ ഋഗ്വേദത്തിൽ പറയുന്നത് ആര്യൻ എന്ന് അവർ തന്നെ അവരെ വിളിക്കുന്നു, ഇവരവരെ വിളിക്കുന്നത് ആര്യൻ തന്നെയാണ് രണ്ടുപേരും. അത് പിന്നെ ഇവിടെ ഇങ്ങോട്ട് പോപ്പുലേറ്റ് ചെയ്ത് അവരങ്ങോട്ട് പോയി എന്നൊരു വ്യത്യാസമുള്ളൂ. ഇനി കാണുന്ന ലോകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇൻഡസ് വാലി പോയി ഇനി വരുന്ന ലോകം എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും പുതിയ എംപയറുകളാണ് വന്നത്. പുതിയ എംപയറുകൾ രൂപപ്പെടുന്നതിൻ്റെ പുറകിലുള്ളൊരു കാര്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ഈ കാണുന്നത് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഏറ്റവും ആദ്യത്തെ പേർഷ്യൻ എംപയറാണ്. ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ 500 BC അത് 500 BC സമയമാണ്. ഈ എംപയറിൻ്റെ പേര് പേർഷ്യൻ എംപയർ എന്നല്ല അവർ വിളിച്ച അക്കാനമിഡ്സ് എന്നാണ് പറയുന്നത്. അക്കാനമിഡ് എംപയർ. അക്കാനമിഡ് എംപയറിൻ്റെ വലുപ്പം കണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈജിപ്റ്റ് അവരുടെ കീഴിലാണ്. പല സമയത്തും പല രീതിയിലായിരുന്നു. ഈ ബാൾക്കൻസിൽ വരെ അവർക്ക് കൺട്രോൾ ഉണ്ടായിരുന്നു. ഈ നമ്മൾ മാസിഡോണിയ ഇവിടെ നിന്നാണ് അലക്സാണ്ടർ വരുന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കണ്ടോ, ഇതിൻ്റെ ഈസ്റ്റേൺ ബോർഡർ എവിടെയാണെന്ന് നോക്കി. ഇതാണ് ഇൻഡസ് റിവർ. ഈ പോകുന്നതാണ് ഇൻഡസ് റിവർ. ഈ ഇൻഡസ് റിവർ വരെ കൺട്രോൾ ചെയ്തിരുന്ന ഇറാനിയൻസാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത്. അത് ലേറ്റർ പീരീഡിലും അതെ ഇവർ കൺട്രോൾ ചെയ്യുന്ന ഇറാനിയൻസ് ആണ് അത് കഴിഞ്ഞിട്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ മൊത്തത്തിൽ പറയുന്നുള്ളൂ. പിന്നെ ഹിസ്റ്ററി പരമായിട്ട് നോക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ 500 BC 500 ആണ്. BC 300 വലിയൊരു കാര്യം സംഭവിച്ചു. അലക്സാണ്ടർ വരുന്നു. അലക്സാണ്ടർ ഇതിനെ ഡിസ്ട്രോയ് ചെയ്യുകയോ ചെയ്യുന്നത് ശരിക്കും പറയാം. കാനോഡിസ്റ്റിനാണ് അലക്സാണ്ടർ വന്ന്. അതുകൊണ്ടാണ് അലക്സാണ്ടർ ഇന്ത്യ വരെ വന്നു എന്ന് പറഞ്ഞാൽ ഏകദേശം അമൃത്സർ വരെ വന്നു എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിനുശേഷം അലക്സാണ്ടർ ഈ രാജ്യം ഡിവൈഡ് ചെയ്തെടുക്കുകയോ ചെയ്തത്. ഇവിടെയാണ് പിന്നെ പിൽക്കാലങ്ങളിൽ എല്ലാവരും അറിയാവുന്ന ടോളമികൾ എന്ന് പറയും. ടോളമികൾ എന്ന് വെച്ചാൽ ഗ്രീക്കാണ്. അവരാണ് ഇതൊന്ന് ഓർത്തിരിക്കുക. ഇവിടെ ടോളമികളാണ് റൂൾ ചെയ്ത്. ഇതാണ് ശരിക്കും അലക്സാണ്ട്രിയ ശരിക്കും പറഞ്ഞാൽ നൈലിൻ്റെ ഇപ്പോഴത്തെ ഒരു വെസ്റ്റേൺ ഈ ഡെൽറ്റയിലാണ് ശരിക്കും പറഞ്ഞാൽ അലക്സാണ്ട്രിയ. അപ്പോഴങ്ങനെയാണ് അതിൻ്റെ പിൽക്കാലങ്ങളിൽ മാറിയത്. ഇത് ടോളമികളുടെ കയ്യിലും. പിന്നെയുള്ളത് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാണ് ഏറ്റവും വളരെ രസകരമായിട്ട് കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാൻ പറയുന്നൊരു അന്നത്തെ BC 300 ആയിട്ടോ. അപ്പോൾ ഇതെല്ലാത്തിനും മാപ്പ് എടുക്കാൻ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇപ്പോൾ ഇത് വെച്ച് ഞാൻ പറയുന്നത്. ഈ അലക്സാണ്ട്രിയ ഏരിയ മൊത്തം പിടിച്ചെടുത്തു. അലക്സാണ്ടറിൻ്റെ കൂടെ ഗ്രീക്കുകാരുടെ ഒരു കാര്യം അവരെന്നാ ചെയ്തതെന്ന് വെച്ചാൽ അവരെവിടെയൊക്കെ പോയോ അവിടെ ഉണ്ടായിരുന്ന സിറ്റീസിനെല്ലാം അവർ അലക്സാണ്ട്രിയ എന്ന് റീബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നമുക്കൊരൊറ്റ അലക്സാണ്ട്രിയ ഉള്ളൂ ഇവിടെ. ഇപ്പോൾ ഈ ഇൻഡസ് റിവറിൽ തന്നെ അവർ എനിക്ക് തോന്നുന്നു 3-4 അലക്സാണ്ട്രിയ ആ സമയത്ത്, അതായത് ഒരു BC 300 ആ സമയത്ത് അവർ ഉണ്ടാക്കി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ ഒത്തിരി നാൾ നിന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഹിസ്റ്ററി പഠിക്കുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇന്ത്യയിൽ വരെ ഗ്രീക്ക് യൂസ് ചെയ്തിട്ടുള്ള സമയമുണ്ട്. പേർഷ്യൻസ് ഗ്രീക്ക് ആൻഡ് ഇന്ത്യൻസ്. അത് ഈ പറയുന്ന ഗ്രീക്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഗ്രീക്സ് വേറെ ഒരു ടൈപ്പ് ഗ്രീക്സ് ആയിരുന്നു മാത്രമേ ഉള്ളൂ. പേർഷ്യൻസ് ഇന്ത്യൻസ് ഇപ്പോഴാണെന്ന് വെച്ചാൽ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡോ യൂറോപ്യൻ ഈ സൗത്തിലോട്ട് പോകുന്നത്. നമ്മൾ ഇപ്പോൾ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദു റിലീജിയനെ കുറിച്ച് നമ്മൾ ഒത്തിരി പറയുന്നൊരു കാര്യമാണ്. ഹിന്ദുക്കൾ ആരാണ് എന്നുള്ളത്. ഈ റീജിയനെ അക്കാനമിഡ്സ് വിളിച്ച പേരായിരുന്നു ഹിന്ദു എന്നുള്ളത്, അല്ലെങ്കിൽ ഹിന്ദുസ് എന്നുള്ള രീതിയിലാണ് അവർ ഈ റീജിയനെ വിളിച്ചുകൊണ്ടിരുന്നത്. ആദ്യമായിട്ട് ഹിന്ദു എന്നുള്ള എഴുതിയേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേർഷ്യൻസ് എഴുതിയത്. അവരുടെ ഞാൻ ഒരു അടുത്തൊരു സ്ലൈഡിലോട്ട് പോകുമ്പോൾ ഇത് കാണാം. അതിനകത്ത് നമ്മുടെ ഇൻഡസ് വാലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹിന്ദു ആ റീജിയനിൽ ഉള്ള ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്തതാണ് ഇങ്ങനെയാണ്. അപ്പം ഇത് ഒത്തിരി ക്യൂണിഫോമിലാണ് അവർ എഴുതിയത്. ഇതാണ് ആദ്യമായിട്ട് അറ്റസ്റ്റ് ചെയ്തേക്കുന്നത്. ഇത് സമയം എന്ന് പറയുന്നത് ഡാരിയസ് ദി ഗ്രേറ്റ്, അതായത് അലക്സാണ്ടറിൻ്റെ വളരെ മുന്നേ ഉള്ള ഒരാളാണ് ഡാരിയസ് ദി ഗ്രേറ്റ് എന്ന് പറഞ്ഞ പേർഷ്യൻ. ഇവിടെയാണ് ആദ്യമായിട്ട് വരുന്നത്. ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഇപ്പോൾ മനസ്സിലാക്കണം. ഈ സമയത്താണ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റസ്റ്റ് ചെയ്തേക്കുന്നത് ഹിന്ദു അല്ലെങ്കിൽ സിന്ധു എന്നുള്ള പേര്. എന്ന് വെച്ചാൽ ഇപ്പം ഇതിൻ്റെ പാരലലി എന്ത് നടക്കുന്ന സംഭവം, അതായത് ഇവരിവിടെ വന്നു ഈ സമയത്ത് ഇവർ എംപയർ ഉണ്ടാക്കി. അതായത് ഈ വെസ്റ്റേൺ ബ്രാഞ്ച് ഓഫ് ഇൻഡോ യൂറോപ്യൻസ് അല്ലേ. അപ്പം ആ സമയത്ത് ഇന്ത്യയിൽ നടന്ന കാര്യം സെയിം സമയത്തിൽ ഇത് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ മാപ്പ് എടുത്തിടാൻ കാര്യം എന്ന് പറയുന്നത്, ഇവർ ആ സമയത്തും ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് എഴുത്തുഭാഷയൊന്നും ഇല്ല. രണ്ട് സൈഡിലും ഇല്ല എഴുത്തുഭാഷ. ഇൻഡോ യൂറോപ്യൻസിന് എഴുത്തുഭാഷയില്ല. അവരിവിടെ വരുന്നത് ഈ കിടക്കുന്ന ഈ കുറേയൊക്കെ ഇവരുടെ പേരൊക്കെ മനസ്സിലാക്കാതിരിക്കും. എന്ന് വെച്ചാൽ ഇത് ഗാന്ധാര, കുരു, ഇതേ രീതിയിലുള്ള ഇതെല്ലാം തന്നെ ഈ സമയം എന്ന് പറയുമ്പോൾ ഇവർ സിറ്റി ബിൽഡ് ചെയ്യുന്നൊരു സമയമാണ്. ആ സെയിം അതായത് ഇവരുടെ സിറ്റി, അതായത് മഹാജനപദ എന്നൊക്കെ പറഞ്ഞപ്പോൾ പഠിക്കും.
ഈ സമയമായപ്പോഴത്തേക്ക് ശ്രീബുദ്ധനുണ്ട്, മഹാവീരനുണ്ട്. ഇത് ഈ പറയുന്ന ആൾക്കാരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മഹാഭാരതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. മഹാഭാരതം തന്നെ നോക്കി നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ എപ്പിക്കായിട്ട് കാണുന്നു. മോസ്റ്റ് പ്രോബ്ലി എന്നായിരിക്കും സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രൈബൽ കിങ്ഡംസ് തമ്മിലുള്ള ഒരു ഫൈറ്റ്, ഈ സമയത്തൊക്കെ നടന്ന ഒരു ഫൈറ്റ് പിൽക്കാലത്ത് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വലിയ രീതിയിൽ എഴുതി. അത് നമ്മുടെ കൾച്ചറിനെ ഗ്ലോറിഫൈ ചെയ്തങ്ങ് എഴുതി. ഇപ്പോഴത്തെ രീതിയിൽ ഞാനിപ്പോൾ ഇപ്പോഴത്തെ പൊളിറ്റിക്സുമായിട്ട് പറയുന്നതല്ലേ, ഇപ്പം ഞാനിപ്പോൾ പറയുവാണ് ഓക്കെ ആര്യൻ മൈഗ്രേഷൻ തിയറി എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ചാടി വീഴും ആരെങ്കിലും. എനിക്ക് ഒരിടത്തും പോസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ലാത്ത നമ്മളെ അറ്റാക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇവർ പറയുന്നത് ഓക്കെ ആൻറ്റി ഞാൻ പറയുന്നു ഇതൊക്കെ തെളിവുകളുണ്ടെന്ന്. ഓക്കെ നിങ്ങളപ്പോൾ അവരുടെ കൂടെയല്ലേ? അവരാരാന്നറിയാം? ബ്രിട്ടീഷുകാർ. നിങ്ങളും അവരുടെ കൂടെയാണ്. അവരാണ് ഇത് ഇറക്കിയത്. എന്തിനാണ് അവർ ഇറക്കിയത്? അവരെന്ന് പറഞ്ഞാൽ നമ്മളെ ഭിന്നിപ്പിക്കാനും അവരുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു തിയറിയാണ്. അത് ഇൻവേഷൻ നമ്മൾ എടുത്തു കളഞ്ഞു. ഇൻവേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ മൈഗ്രേഷനാണ് യൂസ് ചെയ്യുന്നത്, ലാംഗ്വേജ് മൈഗ്രേഷൻ. അതിനൊപ്പം കുറച്ച് ആൾക്കാരും വന്നിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് സംബന്ധിക്കുന്നു. എല്ലാ കാര്യത്തിലും അവർക്ക് അവരുടേതായ അജണ്ട ഉണ്ടായിരുന്നു. അവരുടെ കാര്യത്തിന് വേണ്ടി അവർ നോക്കിയിട്ടുണ്ട്. അത് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം. ഇത് കണ്ട ഈ ഏരിയ ഇവിടെയാണ് ടോളമികൾ പിന്നെ തുടങ്ങിയത്. അലക്സാണ്ടറിൻ്റെ ജനറലായിരുന്നു ടോളമി. അത് പിന്നെ അവരാണ് ശരിക്കും ടോളമികളാണ് ശരിക്കും ഒത്തിരി എഴുതുവും ആദ്യകാലത്തെ ആസ്ട്രോണമിയൊക്കെ ഇവർ ഒത്തിരി പ്രൊമോട്ട് ചെയ്ത മനുഷ്യരാണ് ടോളമി. അവർ എഴുതുകയും ചെയ്തു. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ നമുക്കറിയാം ആ സമയത്ത് എന്താ സംഭവിച്ചതെന്ന്. ഇതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പല കിങ്ഡംസ് വന്നു. ഇതുണ്ട് ഇപ്പോൾ 500 ശേഷം വന്നത് ഏതാണ്? ഒരു 300 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് മയൂര എംപയർ അതിവിടെയാണ് വരുന്നത്. മയൂര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ സമയം വരുന്നു. അതിന് ശേഷമാണ് അശോകൻ വരുന്നത്. അപ്പോൾ അശോകൻ എന്ന് പറയുന്ന ഈ 600 ആയപ്പോൾ തന്നെ ബുദ്ധമതം തുടങ്ങി. അയാളാണ് ഈ ഏരിയ മൊത്തം എനിക്ക് പറഞ്ഞാൽ BC 200 സമയത്ത് പുള്ളി ഇവിടെ മുഴുവൻ വ്യാപിപ്പിച്ചു. എന്നുവെച്ചാൽ സ്റ്റേറ്റ് ഫണ്ടഡ് ആയിട്ടുള്ള രീതിയിലായിരുന്നു അയാൾ ആ മതം പ്രചരിപ്പിച്ചത്. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളതിനെ കുറ്റം പറയും. അയാൾ അതൊക്കെ ചെയ്തു ആ സമയത്താണെങ്കിൽ തന്നെ. ഈഡിക്സ് ഓഫ് അശോക എന്ന് വെച്ചാൽ പലയിടത്തും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ശാസനങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശാസനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ അശോകൻ്റെ സമയത്തൊക്കെ ഇവിടം വരെ ഇവർ ഭരിച്ചുകൊണ്ടിരുന്നതാണ്. അതായത് ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാൻ, ഇപ്പോഴത്തെ പാകിസ്ഥാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രേറ്റർ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇവരെ പിടിച്ചിട്ട് ഇവിടുന്ന് അവരെല്ലാം പിടിച്ച് നമ്മുടെ ഉള്ളിലോട്ട് ആഡ് ചെയ്യുന്നത്. അയാൾ ഈ അശോകൻ ഈഡിക്സ് ഇവിടെ എഴുതിയെന്ന് വെച്ചത് ഏത് ലാംഗ്വേജിലാണെന്നറിയോ? പുള്ളി എഴുതി അരമായിക്കില്ല. ഒരൊറ്റ ഇന്ത്യൻ ലാംഗ്വേജിലല്ല എഴുതി, അരമായിക്കിലാണ് അയാൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. പിന്നെ ഗ്രീക്കിലും. ഈ രണ്ടെണ്ണമാണ് അഫ്ഗാനിസ്ഥാനിൽ അത്രയ്ക്ക് ഡൈവേഴ്സിറ്റി ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം ഈ ഏരിയ ഇന്ത്യനാണെന്ന് പറയണമെങ്കിൽ അത് വളരെ എന്നാ പറയുന്നത് ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യം. എന്ന് വെച്ചാൽ ഇവർ സംസാരിക്കുന്നത് നമ്മളൊരു സംസ്കൃതത്തിൽ നിന്നുള്ളതൊന്നും ഭാഷയൊന്നും അല്ല. ഇതെല്ലാം ഇറാനിയൻ ട്രൈബ്സ് ആണ് ആ സമയത്ത് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഗ്രീക്കുകാരുടെ കുറച്ച് ആൾക്കാർ. അപ്പം ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും സംഭവിക്കുന്നത് തന്നെ പിന്നെ പല രാജാക്കന്മാർ വന്നു. കുഷാനാസ് വന്നു. കുഷാനാസിൻ്റെ ഒരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുഷാന എന്ന് പറയുന്നത് നമ്മൾ കുഷാനയിലെ ഏറ്റവും വലിയ രാജാവാണ് കനിഷ്കൻ. കനിഷ്കനെ നമ്മൾ അറിയില്ലാത്തവരില്ല. നമ്മൾ ഇന്ത്യയിൽ വലിയൊരു കാര്യമായിട്ട് പഠിപ്പിക്കുന്നതാണ് കനിഷ്ക, നമ്മുടെ സ്വന്തം രാജാവെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം കനിഷ്കൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ എത്നിക് ഇത് സിറ്റി നോക്കുകയാണെങ്കിൽ അവരുടെ ആരും ഇന്ത്യനായിട്ടൊരു ബന്ധം പോലുമില്ല. പുള്ളി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റീജിയനിൽ നിന്നാണ്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന് ഇറാനിയൻ ലാംഗ്വേജുകൾ സംസാരിക്കുന്ന ട്രൈബിൽ നിന്നാണ് പുള്ളി ശരിക്കും. അയാൾ ഇത്ര അക്സെപ്റ്റഡ് ആയിട്ട് നമ്മൾ കാണുന്നത് തന്നെ അയാൾ പ്രചരിപ്പിച്ച മതം നമുക്ക് ഓക്കെയാണ്. അതായത് ബുദ്ധമതമാണ്. കുഷാന കഴിഞ്ഞിട്ട് ആരാ വരുന്നത്? കുഷാന കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഗുപ്തർ വരുന്നത്. അതായത് ഗുപ്തർ വന്നപ്പോൾ AD ഒരു 200 ആയി കഴിഞ്ഞപ്പോഴാണ് ഗുപ്തർ വരുന്നത്. 200 അല്ല 300 ആയി കഴിഞ്ഞപ്പോഴാണ്. ആ സമയത്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാഭാരതമൊക്കെ കരുതപ്പെടുന്ന സമയം അതാ. അതായത് മഹാഭാരതം മാത്രമല്ല, വാത്സായന കാമസൂത്ര, അതുപോലെ തന്നെ പിന്നെ ഏതാണ് നമ്മുടെ കാളിദാസൻ്റെ സമയം, അതുകൂട്ട് കാര്യങ്ങൾ വരുന്ന ഏകദേശം ആ സമയത്താണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെയാണ് അന്ന് മഹാഭാരതം എഴുതപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയും വേദം എഴുതപ്പെട്ടു എന്ന്. അത് വളരെ റോങ് ആയിട്ടുള്ളൊരു ഐഡിയ. എന്ന് വെച്ചാൽ വേദം ഒരിക്കലും എഴുതപ്പെട്ടിട്ടില്ല. എന്ന് വെച്ചാൽ വേദം കമ്പോസ് ചെയ്യുക. അത് ഇത് എന്നാ പറയുന്നത്, നമ്മളിങ്ങനെ വായ്മൊഴിയായിട്ട് പകർന്നു കൊടുത്തൊരു കാര്യമാണ് വേദം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അവസ്ഥനും അത് എഴുതപ്പെട്ടിട്ടില്ല ആദ്യകാലങ്ങളിലൊന്നും. അതും ഇതേ രീതിയിൽ വാമൊഴിയായിട്ട് വന്നിട്ട് ഒരു ശരിക്കും ഇതൊക്കെ എഴുതപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് AD ആയി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ എഴുതപ്പെടുന്നത്. അപ്പോൾ വലിയ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ സാധാരണ മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഇന്ത്യയിൽ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയും. പക്ഷേ ഇത് ശരിക്കുമുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് വെച്ച് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. പിന്നെ വരുന്നത് എന്നാ ഒരു മുഹമ്മദ് ഘോറി വരുന്നു. അപ്പോൾ മുഹമ്മദ് ഘോറിയുടെ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കണ്ടെടുത്ത കണ്ടുപോലാൻ പറ്റാത്ത വ്യക്തികൾ എന്നാണ് മുഹമ്മദ് ഘോറി. പാകിസ്ഥാനികൾക്ക് ഭയങ്കര സന്തോഷം. അപ്പം ഈ ആൾ വന്നതും ഈ ശരിക്കും പറഞ്ഞാൽ കനിഷ്കൻ്റെ റീജിയനിൽ നിന്ന് തന്നെയാണ് ഇയാൾ വന്നത്. ട്രഡീഷണലി പറഞ്ഞു വരുമ്പോഴത്തേക്കും ഗോറി ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കലി വളരെ പവർഫുള്ളായിട്ട് ഒത്തിരി നാൾ നിന്നേ അവരാണ്. അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആദ്യകാലങ്ങളിൽ അവർ ബുദ്ധമതത്തിൽ വിശ്വസിച്ചിരുന്നവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഗോറി ഫാമിലി ഈ റീജിയനിൽ വന്നവർ. അത് എന്ന് വെച്ചാൽ ഇവിടെ ഈ
മുഹമ്മദ് നബിയുടെ ശേഷം ഈ റീജിയനുകളെല്ലാം സ്ലോലി ഇസ്ലാമൈസായി പോയിട്ട് ചെയ്തു. അപ്പം പിന്നെ ഇസ്ലാമായി ഈ രീതിയിലുള്ള റിലീജിയൻ ഇത് സ്ലോലി ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുകയോ ചെയ്യുന്നത്, ഇസ്ലാമൈസേഷൻ നടക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതിനു മുന്നേ ഇങ്ങനത്തെ ഒരു പരിപാടി നടന്നിട്ടുണ്ടോ? യെസ്, അശോകൻ്റെ സമയത്ത് നടന്നിട്ടുണ്ട്. അന്ന് ബുദ്ധമതമാണ് ഇവിടെ മുഴുവൻ വ്യാപിച്ചതെന്നുള്ളൂ. ഇപ്പോൾ ആണ്ട് ഇതെല്ലാം കൂടെ കയറി ഇപ്പം ഇവിടെ ഇസ്ലാമാണ് ശരിക്കും പറഞ്ഞാൽ വ്യാപിച്ചു. പിന്നെ യൂറോപ്യൻസ് വരുന്നതാണ്. എനിക്ക് ഇത്രയും മാപ്പ് ഇടാനായിട്ട് ഒത്തിരി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഈ ഇവിടെ ഉപയോഗിച്ചിരുന്ന ഈജിപ്റ്റോളജി, ഇവർ ഈ റീജിയനിലോട്ട് വരുന്നത് 200 ഇയേഴ്സിന് മുന്നെയാണ്. അതായത് അപ്പോൾ അന്ന് കഴിഞ്ഞ് നോക്കിയപ്പോഴെല്ലാം ഈജിപ്തിലെല്ലാം നല്ല രസമായിട്ട് ഹൈറോഗ്ലിഫിക്സിൽ എഴുതി വെച്ചേക്കാണ്. നമ്മൾ പറയുമല്ലോ നമ്മുടെ വലിയ സിവിലൈസേഷൻ നമുക്കെല്ലാം അറിയാമെന്ന്. ഈജിപ്തിൽ ജീവിക്കുന്നവർക്ക് അറിയില്ല ഹൈറോഗ്ലിഫിക്സ് തന്നെ എഴുതി വെച്ചേക്കുന്നത്. അവർക്ക് യാതൊരു ഐഡിയ ഇല്ല, അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അപ്പം ഹൈറോഗ്ലിഫിക്സ് എന്നാണ്. അപ്പോൾ ഇവർ വന്നിട്ട് ഇവർക്ക് അന്ന് ഇത് മാർക്കറ്റ് ചെയ്യാവുന്ന ഒരു സാധനമാണ് യൂറോപ്പിൽ. ഏത് ഈ ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഓറിയൻ്റൽ എന്ന് പറയുന്ന അവർക്ക് ഒരു കൺട്രോൾ ഇല്ലായിരുന്നു. എവിടെയോ നടന്ന വലിയൊരു കാര്യമായിരുന്നത്. അത് ഇവിടെ നിന്നുള്ള ആർട്ടിഫാക്ട്സും കഥകളും എല്ലാം ഇവർ അവിടെ കൊണ്ട് വിൽക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ ഇതെന്താണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡീസൈഫർ ചെയ്യാൻ ഒത്തിരി നടന്നിട്ട് ഇവർക്ക് നടന്നില്ല. ഈ ഒരു സ്റ്റോൺ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ അലക്സാണ്ട്രിയയിൽ നിന്ന് കിട്ടുവാണ്. ഈ അലക്സാണ്ട്രിയയിൽ കിട്ടുന്ന വെച്ചാൽ ടോളമികളാണ് ഇത് എഴുതി വെച്ചേക്കുന്നത്. ഏതോ ഒരു ടോളമി രണ്ടാമനോ അങ്ങനെ എന്തോ ഒരാൾ ഏറ്റവും മേളിൽ കാണുന്ന ഹൈറോഗ്ലിഫിക്സ് അതേ സെയിം കാര്യം തന്നെ വേറൊരു ഈജിപ്ഷ്യൻ ലാംഗ്വേജ്. ഇതെന്ന് പറഞ്ഞാൽ ഓൾഡ് ഗ്രീക്കിൽ എഴുതിയേക്കുന്നത്. അവർക്ക് ഇത് കിട്ടി എന്ന് വെച്ചാൽ ആ സമയത്ത് ഓൾഡ് ഗ്രീക്ക് വായിക്കാൻ അറിയാവുന്നവരുണ്ടായിരുന്നു. പിന്നെ ഇത് സ്ലോലി ഇതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈജിപ്റ്റോളജി അല്ലെങ്കിൽ ഹൈറോഗ്ലിഫിക്സ് എങ്ങനെയാണ് നമ്മൾ ഡീസൈഫർ ചെയ്യാൻ പഠിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാനിൻ്റെ സൗത്തിൽ നിന്ന് കിട്ടിയേക്കുന്ന ഒരു കാര്യമാണ്. അന്ന് ഞാൻ ആദ്യം കാണുന്ന ക്യൂണിഫോം ടാബ്ലറ്റ്സ് എല്ലായിടത്തും ഉണ്ട്. അതായത് ക്യൂണിഫോം ടാബ്ലറ്റ്സ് വൈഡ്ലി അവൈലബിൾ എന്നുള്ള രീതി നോക്കുകയാണെങ്കിൽ പല ആൾക്കാർ ഇഷ്ടികയ്ക്ക് പകരം വീട് പണിയുടെ വരെ ക്യൂണിഫോം ടാബ്ലറ്റ് വെച്ചാൽ ആ സമയത്ത് ഇവർ നോക്കുമ്പോഴത്തേക്കും ആ ഒരു അവസ്ഥയാണ്. അത് വെച്ചാൽ പറയുമ്പോഴിപ്പോഴാണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്നവരാണ് ഇതാണ് ചെയ്തത്. ആർക്കും അതെന്നു വായിക്കാൻ പറ്റുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും 150 വർഷം മുന്നേ എന്ത് കിട്ടിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് 3 ലാംഗ്വേജ് അവർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. ഓൾഡ് അവസ്ഥ നമുക്ക് വായിക്കാൻ അറിയാമായിരുന്നു. പിന്നെ ഒരു എലാമൈറ്റ് ലാംഗ്വേജ്, പിന്നെ അത് കൂടാണ്ട് നമുക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാബിലോണിയൻ. ഇതെല്ലാം ക്യൂണിഫോമിൽ എഴുതിയത്. ഇതിനെ വെച്ചാണ് അവർ ഒത്തിരി എഫോർട്ടുണ്ട് ഇതിന് പുറകിൽ. ഇപ്പോൾ ഏത് ടാബ്ലറ്റ് വായിക്കാൻ നമുക്ക് പറ്റും, മീനിങ് കിട്ടുമെന്നുള്ള ഏത് ലാംഗ്വേജ് അവിടെ യൂസ് ചെയ്യുന്നതനുസരിച്ചാണ്. ഇതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാർട്ടുണ്ട്. നമ്മൾ കുറച്ച് പുറകിൽ ശരിക്കും പറഞ്ഞാൽ ഹിറ്റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഇവിടെ ഉണ്ടായിരുന്ന പഴയ കാലത്തുണ്ടായിരുന്നു. അവരും ക്യൂണിഫോം അഡോപ്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ അവർ യൂസ് ചെയ്തതായിരുന്നു ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്. അപ്പം ഇവിടെ ഒരു ബ്രിട്ടീഷുകാരനെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ്ട് അവിടെയും കിടക്കുന്നു ഒരു ക്യൂണിഫോം. അപ്പോൾ ഇയാൾ അവിടെ ചെന്നിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് പുള്ളിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്, സൗണ്ടൊക്കെ അറിയാം. പക്ഷേ ഇതെന്താ എഴുതി വെച്ചെന്നൊക്കെ പുള്ളിക്ക് യാതൊരു പിടിയില്ല. അപ്പോൾ അന്നേരമാണ് ആദ്യമായിട്ട് ഇതിനു വേണ്ടി റിസർച്ച് നടത്തുന്നത്. അന്നേരത്തേക്ക് നമുക്കൊരു ഐഡിയ ഉണ്ട് ഇവർക്ക് സംസ്കൃതത്തെക്കുറിച്ചും ഗ്രീക്കിനെ കുറിച്ചൊക്കെ. അപ്പോൾ അത് വെച്ചാണ് ഇവർ ആദ്യം ഇൻഡോ യൂറോപ്പിനാണ് തിരിച്ചറിഞ്ഞോടുകൂടി അവർക്ക് ഡിസൈഫർ ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ അവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും അവർ ഇതിനുവേണ്ടി ഒത്തിരി എഫോർട്ട് എടുത്തിട്ടുള്ളവരാണ്. അശോകനെ കുറിച്ച് നമുക്കറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. ശരിക്കും പറഞ്ഞാൽ ഈ യൂറോപ്യൻ കോളനൈസേഷൻ ആ സമയത്താണ്. അത് നമ്മുടെ പാസ്റ്റ് നമ്മളെ അവരെ പഠിപ്പിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാസ്റ്റ് അവർ നമ്മളെ പഠിപ്പിച്ചു. ഓക്കെ, സോറി. ഇപ്പോൾ ഏത് രീതിയിൽ ഇൻഡസ് വാലിനെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് തന്നെ അറിയാം. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ചാൽ കണക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ പൊളിറ്റിക്സ് കാരണം. അപ്പോൾ 1-2 കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ടൈം മെഷീൻ കിട്ടിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. ഇൻഡസ് വാലിയിലോട്ട് പോയിട്ട് ഇവരുടെ അടുത്ത് ചോദിക്കുവാണ്, നിങ്ങൾ ആരുടെ കൂട്ടത്തിൽ പെട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അറിയില്ല. നമ്മൾ എന്ന് വെച്ചാൽ ഇതൊന്നും അവിടെ ഇല്ല ആ സമയത്ത്. നമ്മൾ ചുമ്മാ ഇവരെ വലിച്ച് നമ്മളതിനകത്ത് ഇടുകയാണ് ചെയ്യണം. നമ്മുടെ പൊളിറ്റിക്സോ അല്ലെങ്കിൽ നമ്മുടെ ഈഗോയെ ജയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ വെറുക്കുന്ന ഒരു കാര്യങ്ങളൊന്നാണ് മൈഗ്രേഷൻ. അതായത് ഇപ്പോൾ നോക്കി മൈഗ്രേഷൻ മനുഷ്യൻ എന്നും വെറുത്തിട്ടുണ്ട്. അപ്പം അതിനെ വെച്ചാണ് പലപ്പോഴും പൊളിറ്റിക്സിൽ ജയിക്കുന്നതും രാജ്യങ്ങൾ വരുന്നതും രാജാക്കന്മാർ വരുന്നതും. ഇപ്പോൾ തന്നെ അറിയാമല്ലോ പലയിടത്തും ഇതെല്ലാം ഈ മൈഗ്രേഷനെ എതിർത്ത് ഉള്ള ആ രീതിയിലുള്ളൊരു നാഷണലിസം വന്നുകൊണ്ടാണ്. ആ രീതിയിലുള്ളൊരു പൊളിറ്റിക്സാണ്. ശരിക്കും അതിനാണ് ഇന്ത്യയിൽ വരുന്നതെന്ന് വെച്ചാൽ വളരെ നാച്ചുറലായിട്ട് കടന്ന പല സമയത്തുള്ള പൊളിറ്റിക്സ്, അതായത് മൈഗ്രേഷനാണ്. ആര്യന്മാർ വന്നിരിക്കുക അതിന് വെച്ചിട്ട് കുറവായിട്ട് കണ്ട കാര്യമൊന്നുമില്ല ആർക്കും. അതൊരു ഹിസ്റ്ററിയുടെ പാർട്ടായിട്ട് കണ്ടാൽ മതി. പിന്നെ അത് കഴിഞ്ഞ് പല സിവിലൈസേഷൻസ് വന്നിട്ടുണ്ടാകും, പല റിലീജിയൻ വന്നിട്ടുണ്ടാകും. ഇങ്ങനെയാണ് ഈ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ചുമ്മാ വെറുക്കുക എന്ന് പറയുന്നത് അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അവസാനമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ തുടക്കം ഇട്ടതിനകത്താണ് DNA സ്റ്റഡീനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ചെറിയ എന്തോ ഒരു സാമ്പിൾ കിട്ടിയവർക്ക് അത് വെച്ച് വലിയൊരു സീക്വൻസിങ് എന്തൊക്കെയോ നടത്തിയവർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റിസൾട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രത്യേകിച്ച് ആരുടെയും കൂടെയല്ല എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി മിക്സ്ഡാണ്.
അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ എന്തെങ്കിലും അത് ഏറ്റവും സാമ്യമുള്ളവരെന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ ട്രൈബൽ റീജിയനുകളിൽ ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ, അതായത് എന്നാ എനിക്ക് തോന്നുന്ന ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇരുള അതേ രീതിയിലുള്ളവർ, ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ളത്. സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ എന്നല്ല, ഈ കാര്യത്തിൽ നമ്മൾ കാണേണ്ടത്, ഹിസ്റ്ററീനെ കാണേണ്ടതെന്ന് പറയുന്നത് സയൻസ് ആയിട്ടാണ് കാണേണ്ടത്. ഇപ്പം ഇതേ രീതിയിലുള്ള അപ്പോൾ ഇപ്പം അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും നമ്മളെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലും. ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസൻറ്റേഷൻ അവസാനിക്കുന്നു.